സന്തോഷം പങ്കുവെക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ ആദ്യ ദിവസം മുതൽ ഒരു ഫൈനൽ റൗണ്ടിൽ മമ്മൂക്കാടൊപ്പം നോമിനേറ്റഡ് ആയി എന്നറിഞ്ഞത് അത് തന്നെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് 2 പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചു. പിന്നെ ഈ കാത്തിരിപ്പ് കൂടി ഇപ്പം ഇന്ന് വൈകുന്നേരം 3:30 വരെ ഉന്തിത്തള്ളി എത്തിച്ചതൊരു പാഠം എനിക്കറിയാം. പക്ഷേ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു അംഗീകാരം. കാര്യം അത് ഇനി മുന്നോട്ടുള്ള എൻ്റെ സിനിമ പ്രൊഫഷണലായിട്ട് മാത്രമല്ല എൻ്റെ പേഴ്സണൽ ലൈഫിലും കൂടെ ഒരു വലിയ ഫ്യൂവലിംഗ് ആയിരിക്കും ഇത്തരത്തിലുള്ള അംഗീകാരം എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡാണ്. ഒരുപാട് വലിയ കലാകാരന്മാർക്ക് കിട്ടിയിട്ടുള്ളൊരു അവാർഡാണ്. അപ്പോൾ അതിലേക്ക് നോമിനേറ്റഡ് ആവുന്നതും അർഹനാവുന്നതെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഒരാൾക്ക് സ്വപ്നം കാണാവുന്നതിൻ്റെക്കാളൊക്കെ ഒരുപാട് മുകളിലാണ്. ആ ഒരു മെയിൻ ലിസ്റ്റിലേക്ക്, മികച്ച നടനുള്ള മെയിൻ ലിസ്റ്റിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അവിടുന്ന് അതിനിപ്പോൾ അതിനുള്ളൊരു ഹാർഡ് വർക്ക് ആയിരിക്കല്ലേ തീർച്ചയായിട്ടും. അതിനുള്ളതായിരിക്കണമെന്നില്ല ഞാൻ പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ മികച്ച വർഷമായിരിക്കണം ഇനി വരാനുള്ളതും ഇനി ചെയ്യുന്ന സിനിമകളും ക്യാരക്ടേഴ്സും എല്ലാം. കാര്യം ഒരു അവാർഡിന് നോമിനേറ്റഡ് ആയി ഇതുപോലൊരു അതും ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിലേക്ക് നോമിനേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇപ്പം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നിങ്ങളത് അർഹിക്കുന്നുണ്ട്, അർഹതയുണ്ടെന്ന് ഒരു സാധാരണക്കാരൻ വരെ പറയുന്ന ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം. അപ്പോൾ ഇത് വരും വർഷങ്ങളിലും അത് റിപ്പീറ്റ് ചെയ്യപ്പെടട്ടെ. ഇപ്പം നമ്മൾ മമ്മൂക്കാനെ പറ്റി പറയുന്ന പോലെ ഒരാൾ ബെസ്റ്റ് ആക്ടറിന് വേണ്ടി മത്സരിക്കുമ്പോൾ മമ്മൂക്കായോട് മത്സരിച്ചിട്ട് വേണം എന്ന് പറയുന്നത് പോലെ ആവട്ടെ ഞാനും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത സിനിമാ വിശേഷങ്ങൾ എങ്ങനെയാണ്? സിനിമാ വിശേഷങ്ങൾ ടിക്കിടാക്ക എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ എല്ലാവർക്കും അറിയാം എൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റായിട്ട് ഞാൻ കാണുന്നൊരു സിനിമയാണ്. അപ്പം കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ അവാർഡ് ഡിക്ലറേഷനും ടെൻഷനും ഒക്കെ ആയിട്ട് ഷൂട്ട് ബ്രേക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നാളെ മുതൽ വളരെ സന്തോഷവാനായിട്ട് തിരിച്ച് ലൊക്കേഷനിലേക്ക് എത്തണം. അപ്പം എങ്ങനെയാണ് ഈ ഒരു അവാർഡിൻ്റെ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളത് അറിയാതെ നിൽക്കുകയാണ് ആസിഫിൽ നമ്മുടെ കൂടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറാമാൻ ബിപി തടത്തിലിനൊപ്പം മാരിയ വിനോദ്, മീഡിയ 1 കൊച്ചി.